സൂറത്ത് ഫുർഖാനിലെ 25-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഫുർഖാൻ. 77 വചനങ്ങളടങ്ങിയ അനേക വിഷയങ്ങളുടെ ക്രോഡീകരണമുള്ള സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ഒരധ്യായമാണ് സൂറത്ത് ഫുർഖാൻ. അതിൻ്റെ അവസാന വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്സബ്തും ഫസൗഫ യകൂനു ലിസാമ. നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? എന്നാൽ നിങ്ങൾ നിഷേധിച്ച് തള്ളുകയാണ്. അതിനാൽ അതിനുള്ള ശിക്ഷ അനിവാര്യമായിരിക്കുന്നു എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. തുടക്ക ഭാഗം ഞാൻ ഒന്നുകൂടി പറയാം. വ്യക്തിപരമായി ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനം കൂടിയാണ്. റസൂലെ പറയുക, അറിയിക്കുക, മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? നമ്മുടെ പല ആളുകളുടെയും പരിഗണന നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയുടെ പരിഗണന കിട്ടാൻ, ഉപ്പാന്റെ പരിഗണന കിട്ടാൻ, സുഹൃത്തിന്റെ പരിഗണന കിട്ടാൻ, ഇഷ്ടപ്പെട്ട സ്ത്രീയുടെ, പുരുഷന്റെ ഒക്കെ പരിഗണന കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ പൊതുവെ. അവഗണന ഒരിക്കലും നമ്മളൊരാളും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അല്ലേ? നമ്മളാരും അവഗണന, അയാൾ എന്നെ അവഗണിച്ചു, പരിഗണിച്ചില്ല, അത് നമ്മളൊരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇവിടെ അല്ലാഹു പറയുന്നത്, ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുക, എന്തിനു വേണ്ടിയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനമായ ഈ ഖുർആനിക വചനത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആശയം കൂടി മനസ്സിലാക്കിയാൽ, നമ്മൾ നിസ്കരിക്കുന്നു, അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ആളുകളാണ്. ഇനി വരാനിരിക്കുന്ന ഈ മാസത്തിലെ, അഥവാ മുഹറം മാസത്തിലെ 9ഉം 10ഉം നോമ്പ് വളരെ പുണ്യത്തോടു കൂടിയുള്ള നോമ്പാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടു. നമ്മൾ അത് നീയത്ത് വെച്ച ആളുകളുണ്ടാവും. ആ നോമ്പ് നമ്മൾ നോക്കുന്നു, അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടണം എന്ന നിലയിൽ തന്നെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ മനുഷ്യനും പരിഗണിക്കുന്നത് അവന്റെ ദുആയിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ്. ഇപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിടയിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് തർക്കവും ഉണ്ട്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമാണോ എന്ന് തർക്കമുണ്ട്. മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാമോ? ഒരു കുഴപ്പവുമില്ല, അതാണ് അള്ളാഹ് പരിഗണിക്കാൻ ഏറ്റവും നല്ലത് വരെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഖുർആൻ എന്ത് പറയുന്നു, അതായിരിക്കും ഒരു വിശ്വാസി ശരിക്കും അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ത് പറയുന്നു. ഞാൻ ഈ പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു വിഷയം നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദുആ ഹുവൽ ഇബാദ, തീർച്ചയായും പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എന്നിട്ട് റസൂൽ പറയുന്നു, സുമ്മ ഖറഅ, നബി ഓതി, ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ സുമ്മ ഖറഅ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞതിന് ശേഷം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഗാഫിറിലെ സൂറത്ത് മുഅ്മിനൂൻ 40-ാമത്തെ അധ്യായം 60-ാമത്തെ വചനം ഉദ്ധരിച്ചു. അദ്ദുആ ഹുവൽ ഇബാദ. ശരിക്കും ശ്രദ്ധിച്ചോളൂ.
ദുആ അത് തന്നെയാണ് ആരാധന, പ്രാർത്ഥന അതാണ് ആരാധന എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഒരു ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തുകയാണ്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനെ വിളിച്ച് ദുആ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു ദുആ എന്താണ്? ഇബാദത്താണ്. ദുആ എന്താണ്? ഇബാദത്താണ്. അപ്പൊ നമുക്കിടയിൽ തർക്കമില്ല, എന്ത് ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമേ പാടുള്ളൂ. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനകൾക്ക് ഇടയിലും അഭിപ്രായ ഭിന്നതല്ലാത്ത കാര്യം എന്താണ്? ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമേ പാടുള്ളൂ. ഞങ്ങൾ വൈദ്യ ശേഖരനെ വിളിക്കുന്നത് ഇത് ഇബാദത്തല്ല. അതാണ് ഇബാദത്താവുമല്ലേ പ്രശ്നമുള്ളൂ, അത് ഇബാദത്തല്ല. അതാരെ പറഞ്ഞേ? ഒരു തന്നെ ആരാ പറഞ്ഞത്? ഒരു ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഈ കുട്ടിനെ തരണേ. ഒരു ദർഗയിൽ ചെന്നിട്ട് അവിടുത്തെ വലിയനോട് പറയണേ കുട്ടിനെ തരണേ. പള്ളിയിൽ ഇരുന്നിട്ട് പറയണം അല്ലാഹ് കുട്ടിനെ തരണേ. എന്നിട്ട് നമ്മൾ പറയണത് മറ്റേത് ഇബാദത്തല്ല, ഇത് ഇബാദത്താണ്. അല്ലാഹു നൽകിയ തലച്ചോറ് ഉപയോഗിച്ചിട്ട് ഒരാള് പള്ളിയിലേക്ക് ദുഃഖിതനായി ചെന്ന് കല്യാണം കഴിച്ച് കുട്ടികളില്ല, അയാൾ പള്ളിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് റബ്ബേ കുട്ടിനെ തരണേ. അതിന്റെ തൊട്ടപ്പുറത്തെ ദർഗയിൽ കരഞ്ഞോണ്ട് വേറൊരു വിദ്വാൻ ആ ദർഗയിലെ ശൈഖിനോട് കുട്ടികളെ തരണേ എന്ന് പറയണം. അത് ഇബാദത്തല്ല, ഇത് ഇബാദത്താണ്. ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ്. കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവുകേട് പ്രകടമാണ്, ഈ വാചകത്തിൽ തന്നെ പ്രകടമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ റബ്ബ് മക്കാ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഖുർആനിക വചനം, സൂറത്തുൽ ഫുർഖാനിൽ ഈ വചനം ഇറങ്ങുന്നു. അതായത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ വരെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് പരിഗണിച്ചു. ഒരു ഒന്നാമത്തെ പോയിന്റാണ് എന്റെ വിഷയത്തിൽ, ഒന്നാമത്തെ പോയിന്റാണ് പരിഗണന കിട്ടാനാണ്. നമ്മളെന്താ ആദ്യം പറഞ്ഞത്? അള്ളാഹ് നിങ്ങളെ പരിഗണിക്കും. എന്ത്? ദുആ കൊണ്ട്. ദുആ ഇല്ലെങ്കിലോ അള്ളാഹ് പരിഗണിക്കില്ല. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ദുആ ചെയ്യാറുണ്ട്. കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകണം, അതൊരു ദുആ ആണ്. പടച്ചോനെ തെറ്റൊന്നും ചെയ്യാത്തൊരു ജീവിതം നീ എനിക്ക് തരണം, അത് ദുആ ആണ്. എനിക്ക് കടബാധ്യത ഉണ്ട്, പടച്ചോനെ അത് തീർത്തു തരണം, അത് ദുആ ആണ്. പടച്ചോനെ എനിക്കൊരു ഉംറക്ക് പോകണം, അത് നല്ല നിലയിൽ നിർവഹിച്ച് തിരിച്ചു പോരാൻ അവസരം ഉണ്ടാക്കി തരണം, ദുആ ആണ്. ഇനി ദുആ ചെയ്യുന്ന ആളുകളുടെ മനസ്സിന്റെ ഇഖ്ലാസ് അനുസരിച്ച് സ്വീകരിക്കുന്നതിന്റെ അവസ്ഥയും മാറും. അതുകൊണ്ട് നമ്മളെല്ലാവരും കൃത്യമായി നമ്മൾ ചെയ്യുന്ന ഈ 5 നേരം കൈ ഉയർത്തി എത്രയോ സഭയിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും ഒരു അല്ലാഹുവിനോട് ചോദിക്കുന്നത്? എന്തായിരിക്കും ഒരു അല്ലാഹുവിനോട് ചോദിക്കുന്നത്? കിട്ടിയോ? അത് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ തടയപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ കാരണം? അതാണ് വളരെ പ്രധാനമായി ഇവിടെ അന്ന് പറയുന്നത്. എന്തറിയോ? മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് മനസ്സ് തട്ടി ദുആ ചെയ്തു. ആര്? അല്ലാത്ത ആളുകളെ ആരാധിച്ചിരുന്ന നൂനബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ 5 ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്ത ഖൗമിന്, ബഹുദൈവ വിശ്വാസികൾക്ക്, ശിർക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്തു. എപ്പോ? അവർ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പടച്ചവനോട് മാത്രം അവർ ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു അവരെ പരിഗണിച്ചു. 2 ഖുർആനിക വചനം, ഞാൻ എന്റെ വക പറയില്ല, 2 ഖുർആനിക വചനം. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം 32-ാമത്തെ വചനം, വൈദാ ഹശിയവും മൗജും ഖല്ലൽ തഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ കടലിൽ, കപ്പലില്, പായക്കപ്പലാണ്, ആ യാത്ര പോവുകയാണ്. കാറ്റും കോളും വന്ന് പായക്കപ്പൽ ഉലയാൻ തുടങ്ങി, വെള്ളം അതിലോട്ട് ഇരച്ചു കയറാൻ തുടങ്ങി, കപ്പൽ മുങ്ങും എന്ന പ്രതീതി വന്നു. അപ്പൊ അവർ അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായിട്ട്, വളരെ മനസ്സ് തട്ടി. അപ്പൊ എന്ത് സംഭവിക്കുന്നു അവിടെ എന്നറിയുന്നത്? അവിടെ സംഭവിക്കുന്നത്, അതുവരെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ഈസാ നബിയെ രക്ഷിക്കണേ, ഉസൈറെ കാക്കണേ, മറിയം ബീവിയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇവരെയൊക്കെ മറന്നു. ഇവരൊക്കെ മറന്നിട്ട് കടലിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് നബി പറഞ്ഞ റബ്ബിനല്ലാതെ കഴിയില്ല എന്നവർ കൃത്യമായി മനസ്സിലാക്കുകയും ആ റബ്ബിനോട് കടലിൽ വെച്ച് അവർ ദുആ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അങ്ങനെ അല്ലാഹു ആ ദുആ കാരണം ആരെ രക്ഷപ്പെടുത്തുന്നത്? ബൗദ്ധ വിശ്വാസികളെ. നമ്മുടെ നാട്ടിലൊക്കെ അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ ചില മുഹൂർത്തങ്ങളിൽ ഉടയ തമ്പുരാനെ, പടച്ച തമ്പുരാനെ എന്നൊക്കെ ചില പ്രത്യേക ഘട്ടത്തിൽ അവർ വിളിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും മറക്കും. ഇതിന്റെ ഉടയ
തമ്പുരാനേ എന്നൊരൊറ്റ വിളി. ആ വിളി അള്ളാഹിനോടായതുകൊണ്ട് അള്ളാഹ് സ്വീകരിക്കും. അത് വിളിച്ചത് ഒരു മാധവനോ ശ്രീധരനോ ഗോപാലനോ അല്ലെ നേരത്തെ പറഞ്ഞ വൈദീശയെ എന്ന് വിളിക്കുന്ന ഒരു മുഹമ്മദോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ കബൂൽ ചെയ്യും. കാരണം അള്ളാഹിനോടാണ് ദുആ. അള്ളാഹ് ഔദാര്യവാനാണ്, കാരുണ്യവാനാണ്. ഇവിടെ ഖുർആൻ പറയുന്ന പ്രയോഗം തന്നെ അതാണ്. അവർ അള്ളാഹിനെ വിളിച്ചു. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, കാപട്യമില്ലാതെ. അവിടെ അല്ലാത്ത ഒരു സൃഷ്ടിയും, ഒരു മലക്കിനെ, ജിന്നിനെ, അമ്പിയായിനെ, ഔലിയായിനെ ഒന്നും അവർ വിളിച്ചില്ല. അള്ളാഹിനെ മാത്രം വിളിച്ചു. അപ്പൊ അള്ളാഹ് പറയണേ, ഞാന് ആ കപ്പൽ ആടി ഉലയുന്നത് നിർത്തിക്കൊടുത്തു, അവരെ കരയിലെത്തിച്ചു. പക്ഷേ അള്ളാഹ് പറയാം, പക്ഷേ കരയിലെത്തിയപ്പോൾ നേരത്തെ വിളിക്കാൻ മാറ്റിവെച്ച ആളുകളില്ലേ, അവരൊക്കെ വിളിച്ചു അള്ളാഹിനെ മാത്രം. നോക്കൂ, കടലിൽ വെച്ച് അള്ളാഹിനെ മാത്രം ഓർത്ത് അള്ളാഹിനെ മാത്രം വിളിച്ചപ്പോ അള്ളാഹ് പറയണം, അതാണ് തൗഹീദ്, അതാണ് ദീന്. അവരെ ഞാൻ പരിഗണിച്ചത് എന്തുകൊണ്ടാണ്? അവർ ഈ ഔലിയാക്കളൊക്കെ ഒഴിവാക്കി എന്നെ വിളിച്ചത് കൊണ്ടാണ് നല്ല ഖുർആനിൽ പറയാം. ഒരൊറ്റ മൊയ്ലിയാർക്ക് അത് മനസ്സിലായില്ല. ഖമറുൽ ഉലമ എന്ന പേരുണ്ട്, സംശുൽ ഉലമ എന്ന പേരുണ്ട്, താജുൽ ഔലിയ എന്ന പേരുണ്ട്. പേരൊക്കെ വലിയ പേരുകളാണ്. ചെറിയ പേരും അവർക്ക് പറ്റില്ല. അതൊക്കെ വലിയ പേരുകൾ. ഒരിത്തരേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓരോ പേര് ആകാശത്തോളം ഉയർന്നിട്ടുണ്ടാവും. അത് അനുയായികളെ കൂലി കൊടുത്തിട്ട് ഉയർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു പദ്ധതി നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ പറയുമ്പോൾ അതൊരു കുറ്റം പറച്ചിലായിട്ടേ തോന്നുന്നു. അങ്ങനെ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിക്കുന്നത്. എല്ലാ കടലാസും ഇപ്പം അങ്ങനെ. എന്ത് കടലാസും കിട്ടും പൈസ. ഗ്രാൻഡ് മുഫ്തി പട്ടം കിട്ടും, എല്ലാം കിട്ടും പൈസ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്ത് ഇവിടെ അള്ളാഹ് പറയുന്നത് എന്താണ്? അമ്പിയാക്കളെ, ഔലിയാക്കളെ, മരണപ്പെട്ടവരെ, ഖബറാളികളെ വിളിക്കുന്നത് നിർത്തിവെച്ചിട്ട് പടച്ചോനെ മാത്രം വിളിച്ചപ്പോൾ അള്ളാഹ് പരിഗണിച്ചു. എന്നിട്ട് അള്ളാഹു അവരെ പറ്റി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കരയിലെത്തിയപ്പോൾ നേരത്തെ വിളിക്കാതെ വിട്ട ആളുകളെ ഒക്കെ ഒരു വിളിച്ച് ഇന്നൊരു മറക്കും ചെയ്ത്. എന്തൊരു നന്ദികേടാണ്. സൂറത്തുൽ ലുഖ്മാൻ നിങ്ങൾ വായിച്ചു പോയാൽ 32-ാമത്തെ വചനം പറയുന്നതോ, എന്തൊരു നന്ദികേടാണ് ആ കാണിച്ചത്. ഇത് ഒരുത്തൻ ദർഗയിൽ നിൽക്കേണ്ടിയിട്ട് ആ ദർഗയിലെ ശൈഖിനെ വിളിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് നന്ദി കെട്ടവനാണ്. അവന് അൽപ്പാവ് ഉണ്ടാവും, താടി ഉണ്ടാവും, നിരണ്ട മോള് തുണിയെടുത്തുണ്ടാവും, വലിയ മൊയ്ലിയരായിരിക്കും. അള്ളാഹ് പറയാം നന്ദി കെട്ടവനാണ്. ആര്? ആ മൊയ്ലിയർ നന്ദി കെട്ടവനാണ്. ചിന്തിച്ചു, അള്ളാന്റെ ഗ്രന്ഥത്തിലാണ് അത് വായിച്ചേണ്ട തൊള്ളയിൽ വരുന്ന വാക്ക്. പടച്ചോന്റെ ഗ്രന്ഥത്തിലാണ് പറയാം നന്ദി കെട്ടവനാണ് അന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഒന്ന് നോക്കൂ, മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളെ പോലും അന്ന് പരിഗണന പോയിന്റ് കിട്ടും. എന്തിനെയാണ് പരിഗണിച്ച്? അള്ളാഹിനോട് മാത്രം ദുആ ചെയ്തപ്പോ. ഇനി അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുണ്ടാവും. ഉത്തരം കിട്ടിയ ഒരുപാട് സംഗതികളുണ്ടാവും, കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രതിസന്ധിയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തെ ഞാൻ പോയെന്നാണ് പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. പ്രതിസന്ധിയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തെ ഇപ്പൊ 16-ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ ദഅവത്ത് തുടങ്ങിയ ഇബ്രാഹിം നബിനെ കുറിച്ച് നമ്മൾ ഖുതുബയിൽ കേട്ടു. ഹജ്ജുമറ്റിനോടനുബന്ധമായി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ, കഅബയെ, ഹജ്ജിനെ ഇതൊക്കെ നമ്മൾ കേട്ടു. ഞാൻ ആവർത്തിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 86 വയസ്സ് അല്ലെങ്കിൽ 93 വയസ്സ്, രണ്ടഭിപ്രായങ്ങളും ഉണ്ട്. അത്രയും കാലം അദ്ദേഹത്തിന് കുട്ടിയില്ല. പക്ഷെ അദ്ദേഹം റബ്ബിനോട് മനസ്സ് തട്ടി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, മടുപ്പില്ലാതെ. ഒന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആരാ നിരാശപ്പെടുക? ഹതഭാഗ്യനായ ഒരാളല്ലാതെ, ഭാഗ്യം കെട്ടവനല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകും. അപ്പൊ ഇന്ന് മാറി നമ്മളിപ്പോ രോഗം വന്നു, കഷ്ടപ്പാടുകൾ വന്നു, ദാരിദ്ര്യം വന്നു, എന്നാ ഇത് തീരുക? ഞാൻ 25 കൊല്ലം അള്ളാഹിനോട് ചോദിക്കണേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 16-ാമത്തെ വയസ്സിൽ ദഅവത്ത് തുടങ്ങി, ജീവിതത്തിന്റെ യൗവന കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചു. 93 വയസ്സ് വരെ കുട്ടികളെ ചോദിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കല്യാണം കഴിഞ്ഞിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കുട്ടിനെ ചോദിച്ചിട്ട് അള്ളാഹ് ആരെ ഖലീലുള്ളാഹ്ക്ക് അള്ളാഹ് കുട്ടിനെ കൊടുത്തില്ല ആ കാലയളവ് അത്രയും. പിന്നീട് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, ഖുർആനിലെ 37-ാം അധ്യായം 100-ാമത്തെ വചനമാണ്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സ്വാലിഹായ ഒരു കുട്ടിനെ തരണേ എന്നാണ് ദുആ. കുട്ടീനെ തരണേ എന്ന് ദുആ ചെയ്യരുത്, കുട്ടിയുടെ ക്വാളിറ്റി കൂടി പറയണം. ഇതൊരു പോയിന്റാണ്, മനസ്സിൽ വെച്ചോളൂ. നമ്മളൊക്കെ ദുആ ചെയ്യാറ് കുട്ടിനെ തരണേ എന്ന് പറയും, അങ്ങനല്ല. നമുക്ക് കുട്ടിനെ കിട്ടിയ ആളുകൾ ഉണ്ടാവും നമ്മുടെ സദസ്സിൽ. പക്ഷെ നമ്മൾ അള്ളാഹിനോട് എനിക്ക് സ്വാലിഹായ ഒരു കുട്ടിനെ തരണേ എന്ന്, കുട്ടിനെ തരണേ എന്നല്ല, കുട്ടിയുടെ ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്ക്, നമുക്കൊക്കെ നിരാശ വരുമ്പോഴാണ് എല്ലാ ഡോക്ടർമാരും നമ്മൾ കൈയൊഴിഞ്ഞു.
നിരാശ വരില്ലേ? നിരാശ വരും. ഇനി ഒരു രക്ഷയില്ല. 4 സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറിന്റെ നിരാശ വരൂ, നിരാശ വരും. എന്നാ ശരിക്ക് ഒരു വിശ്വാസി നിരാശപ്പെടില്ല. ഒരു ഉദാഹരണം പറയാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയും. എന്തെങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിയാല് ഒരുപാട് ആളുകൾ സിയാറത്ത് ടൂർ എന്നുള്ള പേരിൽ ദർഗയിൽ എന്തിനാ അവരുടെ ആവശ്യം, എന്റെ കുട്ടിക്ക് ഒരു വീസ കിട്ടണം, എന്റെ കുട്ടിക്ക് ഒരു രോഗം ഉണ്ട് മാറ്റി തരണം, എന്റെ എവിടെ പോകുന്നത് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മണ്ണോട് മണ്ണ് ചേർന്ന മനുഷ്യൻ. ഈ തലച്ചോർ മനുഷ്യർക്ക് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഒരു മനസ്സിലൊന്നും വെച്ചല്ലേ മതി. തലച്ചോറ് ഈ പോകുന്ന ആളുകൾക്ക് നിങ്ങൾ ചോദിക്കും പോലെ തലുണ്ട്, തലയുള്ളൂ, തലച്ചോറില്ല. തലച്ചോറ് വർക്ക് ചെയ്യുക എന്താ ചിന്തിക്കുക? എങ്ങോട്ടാ പോണത്? ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും മരണം ഒരിക്കലും കൊതിക്കാനിട്ട്. 2 പോയിന്റ്. ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും മരിക്കാൻ കൊതിക്കാനിട്ട്. മരണത്തിന് വിധേയമായ ഒരു മനുഷ്യന്റെ ദുർബലത എന്താണ് എന്ന് ലോകത്തിൽ ഞാനൊക്കെ ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ മകളുടെ കല്യാണമാണ് അടുത്ത മാസം. വരുന്ന തൊട്ട 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മരിക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞ നമ്മുടെ അവസ്ഥ എന്താ? ആ ഒരു മാനസികാവസ്ഥ എന്താ? മനുഷ്യന്റെ പ്രാർത്ഥന എന്തായിരിക്കും? പഠിച്ചോ എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോയിക്കോ. അങ്ങനെ ഇരിക്കില്ലേ നമ്മൾ പറയാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ മരണത്തിന് വിധേയമായി മരിച്ചിട്ട് ആളുകൾ മയ്യത്ത് പൊളിപ്പിച്ച് കബറിൽ കൊണ്ടുവെക്കുന്ന ദുർബലതയല്ലേ സുഹൃത്തുക്കളെ? ആ മനുഷ്യന്മാരോടാണ് പിന്നീട് ജീവിതകാലം മുഴുവനും നേട്ടങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് എന്നുള്ളതിനേക്കാൾ വലിയൊരു വിവരക്കേട് ഈ ലോകത്ത് എന്തുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിനിങ്ങനെ നടക്കുക, വേഗം കിതാബായിട്ട് വെള്ളക്കുപ്പായ ഇട്ടിട്ട്. ഏത് ഞങ്ങൾ ഇന്ന് അറബി കോളേജ് പഠിച്ചവരാണ്. നിങ്ങൾ എവിടെ പഠിച്ച എന്താണ്? ഈ പച്ച യാഥാർത്ഥ്യം തിരിയാത്ത മനുഷ്യന്മാരെ, ഈ തലച്ചോറില്ലാത്തവരെ നിങ്ങൾ ചിന്തിക്കും. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു. 35 കൊല്ലം മുമ്പ് മരിച്ചു അയാളാണ് ഈ മടവൂർ മക്കാമ് കിടക്കുന്ന മനുഷ്യൻ. അയാൾ മരിച്ചവരെ ജീവിപ്പിച്ചവരെ മരിക്കും. മൂപ്പരും മരിച്ചിട്ട് മൂപ്പർക്ക് എണീറ്റ് കവർന്ന് പുറത്തു വന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അബൂഹറാന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നത് മരിച്ചവരെ ജീവിപ്പിച്ചവരെ മരിപ്പിക്കും, ആണിനെ പെണ്ണാക്കും, പെണ്ണിനെ ആണാക്കും. എന്നിട്ട് അത് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. 2 കാലിൽ നിൽക്കുന്ന മനുഷ്യന്മാർ ആലോചിച്ചു. 4 കാലിൽ നടക്കുന്ന സൃഷ്ടികളെ കുറിച്ചല്ല. അതല്ലേ എന്ന് അള്ള പറഞ്ഞ ആളുകളെ കുറിച്ചല്ല ഈ പറയും. 2 കാലിൽ നിൽക്കുന്ന മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ച് ആലോചിച്ചു. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കൈ ചലിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യർ, ചിന്തിക്ക്, കൺപോളകൾ ചലിപ്പിക്കാനാകാത്ത മനുഷ്യർ ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് വിലപിക്കുകയും കരയുകയും അയാളെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ പാപ്പ എവിടെയിരിക്കും താക്കോല് വെച്ചേന്ന് മക്കള് ചർച്ച ചെയ്യുമ്പോ അത് കേട്ടിട്ട് മോളെ താക്കോൽ അവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഈ വലിയ കബറിലെത്തുമ്പോഴേക്ക് എല്ലാം കേൾക്കുന്നത്. കട്ടിലിന്റെ മോള് ഇങ്ങനെ കിടത്തിയത് പുരയില് റൂമില് കട്ടിലിന്റെ മോള് കിടത്തി അമ്മയ്യത്തിന്റെ തൊട്ടടുത്തുനിന്ന് ഇച്ചുണ്ടുകൊണ്ട് സംസാരിച്ചിട്ട് ഒരു കൈവലിപ്പത്തിൽ താഴെ നിൽക്കുന്ന മയ്യത്ത് കേട്ടില്ല. പിന്നെ അമ്മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ ദുനിയാവിലെല്ലാം കേൾക്കും. ഞാനിതിന് മിമ്പറായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പോലെ തലച്ചോറിനെ പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം മനുഷ്യന്റെ അവസ്ഥ. ആലോചിച്ചു. അള്ളാന്റെ ഗ്രന്ഥം വായിച്ച ഞങ്ങൾ ആലോചിച്ചു. ഇബ്രാഹിം നബി അള്ളാഹിനോട് 93-ാമത്തെ റബ്ബീന്നല്ലാതെ ആ സ്ഥാനത്ത് ഒരു നബിയിനെ, ഒരു മലക്കിനെ, ഒരു ജിന്നിനെ ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടു വെക്കാത്ത പ്രവാചകന്മാർ. ചിന്തിക്കും. എന്നിട്ട് അള്ള പറയാണ് ഞാനിതാ നിനക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കും. മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറിയിട്ട് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ പോകുന്ന പോക്കിൽ ആ വീട്ടിൽ കയറി ഒരു കാളക്കുട്ടി അറുത്ത് സൽക്കരിക്കുകയാണ് മലക്കുകൾ. അത് വന്നത് മലക്കാന്ന് ആർക്കറിയില്ല? ഇബ്രാഹിം നബിക്ക് അറിയില്ല. മനസ്സിലായി? അള്ളാഹിന്റെ കൂട്ടുകാരൻ എന്ന് വിളിക്കപ്പെട്ട ഇബ്രാഹിം നബിക്ക് അറിയില്ല ഈ വന്ന് മലക്കാന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഇബ്രാഹിം നബിയോട് പറയുന്നത് കുട്ടിന്റെ അമ്മോണ്ട് ആ സന്തോഷം ഏറ്റുവാങ്ങി അതിന് അള്ളാഹിനെ സ്തുതിച്ചാണ്. ആരോട് ദുആ ചെയ്തു? ഇതാണ് വിഷയം. നമ്മളൊക്കെ ആരോട് ദുആ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്ത് ദുആ ചെയ്യുന്നു അത് അള്ളാഹ് കബൂൽ ചെയ്തതിന്റെ ചരിത്രേ കുറയല്ലുള്ളൂ. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബിയെ കൂടെ ദുആയെ കുറിച്ച് നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു ദുആ എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 21-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. സൂറത്ത് അംബിയായിലെ 78-ാമത്തെ വചനമാണ്. നിങ്ങൾ നോക്കൂ, ആഴക്കടലിൽ ഒന്ന് മേഘാവൃതമായ ഒരു രാത്രി, കാർമേഘം ഉണ്ടാക്കുന്ന ഒരു ഇരുട്ട്, അതുപോലെ കടലിന്റെ ഉപരിതലത്തിലെ തിരമാലകൾ സൃഷ്ടിക്കുന്ന ഇരുട്ട്, ആഴക്കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്
മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, ഈ ഇരുട്ടറകൾക്കുള്ളിൽ ഒരു നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ കൊണ്ടുപോയി കിടത്തി അല്ലാഹു. എന്നിട്ട് പറയാണ്, ഉലമാക്കൾ പറയാണ്, ഈ ഒരു ദുആ അദ്ദേഹം നിർവഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകം അവസാനിക്കുന്നവരെ ഈ നബി ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമായിരുന്നു. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു കാര്യം നേടൂല നിങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്യേണ്ട ദുആ ആണ്. ഒരു കാര്യം നടക്കണം, വലിയൊരു സർജറി ഉണ്ടായി, രക്ഷപ്പെടണം, രക്ഷപ്പെടൂല എന്ന് പറയുന്നത് വലിയൊരു ക്രൈസിസ്, ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കേണ്ട ഒരു സർജറി ഉണ്ടെന്ന് കേൾക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, ആ സ്ട്രോങ് അല്ലാതെ കുറച്ച് തരുമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ വിചാരിച്ച ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചിരുന്നു, അതൊന്നും നിങ്ങൾക്കില്ലാതെ അല്ലാഹു നിങ്ങളെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഒന്ന് പഠിച്ചു നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലേ 21-ാമത് ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ച്. 21-ാം അധ്യായം സൂറത്ത് അംബിയയിലെ 78-ാമത്തെ വചനത്തിൽ യൂനുസ് നബി നടത്തി. യൂനുസ് നബിനെ എന്നിട്ട് ഉടനെ അല്ലാഹു വഹി നൽകുകയാണ് മത്സ്യത്തിന്. മത്സ്യം കൊണ്ടുപോയിട്ട് യൂനുസ് നബിയെ കരക്ക് കൊണ്ടുപോയി തുപ്പുന്നു. യൂനുസ് നബിയുടെ ശരീരത്തിലൊക്കെ മത്സ്യത്തിന്റെ പല്ലും മത്സ്യത്തിന്റെ കൊഴുപ്പിലും ഒക്കെ കിടന്നിട്ട് ആകെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ യക്തീൻ, ഖുർആൻ പറയുന്നു 30-ാം അധ്യായം, യക്തീൻ എന്ന് പറഞ്ഞ ചൊരങ്ങ വർഗത്തിൽപ്പെട്ട നമ്മൾ കക്കിരിയൊക്കെ പോലത്തെ ഒരു പച്ചക്കറി, അത് കഴിക്കാനാ പറയുന്നത്. പച്ചക്കറിയുടെ പ്രാധാന്യവും കൂടിയാണ് പറയുന്നത്. ചൊരങ്ങ വർഗത്തിൽപ്പെട്ട ഒരു പച്ചക്കറി കഴിച്ചിട്ട് ആരോഗ്യം അദ്ദേഹം വീണ്ടെടുത്തു എന്ന് പറയും. പ്രാർത്ഥനയുടേതാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, സക്കരിയ അലൈഹി, ഇതൊക്കെ നമ്മുടെ ഖുർആനിൽ 19-ാം അധ്യായം, ഞാൻ അവിടെ കേട്ട 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ ഇതിനെ പറ്റി പറഞ്ഞെടുത്ത് പറയണം കാര്യങ്ങള്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറയണം, റബ്ബേ നോക്ക്, എത്ര വലിയ വാർദ്ധക്യത്തിലാണ് ഞാൻ, എത്ര വലിയ വാർദ്ധക്യമാണ്, എന്റെ തലമുടി നിരബാധിച്ച് കത്തി എന്ന പ്രയോഗമാണ്. എന്നാൽ അത്രയും വലിയ വാർദ്ധക്യം, എന്റെ എല്ലുകൾ ദുർബലമാണ് അങ്ങേയറ്റം, എനിക്കൊരിക്കലും ഒരു കുട്ടി ഉണ്ടാകുന്ന സാഹചര്യമേ ഇല്ല. എന്റെ കുട്ടി ഉണ്ടാവുകയുടെ എന്നതിന്റെ സാധ്യതകൾ മുഴുവനും മാത്രമല്ല പഠിച്ചവനെ, ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എന്റെ ഭാര്യ വന്ധ്യയാണ്, പ്രസവിക്കില്ല. പക്ഷെ വലം മക്കും നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ അശക്തനാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഇത് വ്യത്യസ്ത രൂപത്തിലാണ് സ്ട്രൈക്ക് ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇത് വ്യത്യസ്ത രൂപത്തിലാണ് സ്ട്രൈക്ക് ചെയ്യുക. അള്ളാഹുവിനോട് ഒഴിഞ്ഞിരുന്നു ആത്മാർത്ഥമായി. നിങ്ങൾ നോക്ക്, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ റജുലുൻ ഖൽബുഹു മുഅല്ലഖു, റജുലുൻ ഖൽബുഹു ദക്കറല്ലാഹു ഖാലിയൻ ഫഫാദത് ഐനാഹു, ഒറ്റക്ക് മാറി ഇരുന്നിട്ട് കരഞ്ഞിട്ട് കണ്ണുനീര് വന്നിട്ട് പടച്ചവനോട് ദുആ, അല്ലാഹു പറയുന്ന ആ കൈ തട്ടിക്കളയില്ല. പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തട്ടൂല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ആഴ്ചകളിലൊക്കെ എനിക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ദുആ എഫക്ട് ചെയ്യും. മണിക്കൂറുകൾ കൊണ്ട് അല്ലാഹു പരിഗണിക്കുന്ന എത്രയോ മുഖ്ലിസീങ്ങളുടെ ദുആ, അതിന്റെ റിസൾട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഇവിടെ അദ്ദേഹം അള്ളാഹുവിനോട് പറയണം, പഠിച്ചോനെ വലം മക്കും, അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? എന്റെ ഭാര്യ വന്ധ്യ, എനിക്കറിയാം, എനിക്കൊരിക്കലും കുട്ടി ഉണ്ടാവും, പക്ഷെ പഠിച്ചോനെ നീ ഇടപെട്ടാൽ ഇതൊന്നും ഒരു വിഷയമല്ല. നമുക്കെപ്പോഴും തോന്നരുത് അള്ളാഹ് ഇടപെടാൻ കഴിയൂ, എന്നിതിൽ വല്ല രക്ഷയുണ്ടോ? ഈ വലിയ ഡോക്ടർമാരെല്ലാം കൊണ്ടൊന്നും ഉറക്കെ പറയുന്നത് രക്ഷപ്പെടില്ല, എന്നാലും എന്റെ റബ്ബിനെ രക്ഷപ്പെടുത്തുവോ? ഓക്കെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. പഠിച്ചോനെ ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നതിൽ അശക്തനല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് വിചാരിക്കുന്ന ആ മൈക്രോ സെക്കൻഡിൽ പടച്ചോനെ പടച്ചോനെ ഇറങ്ങി വന്ന് ഇടപെട്ടു എന്ന് പറയുന്നത് ചെല്ല് കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ട് ഉണ്ട്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിക്കോ, അവിടെ അള്ളാഹു ഇടപെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സക്കറിയ നബിയെ പറ്റി പറയുന്നിടത്ത് പറയാണ് ഹുനാലിക. ആ പ്രയോഗം നോക്ക്, 3-ാം അധ്യായത്തിന്റെ 36 മുതൽ 43 വരെയുള്ള വചനം വെറുതെ ഒന്ന് വായിച്ചാൽ 39-ാമത്തെ വചനത്തിൽ 38, 39 പറയും ഹുനാലിക ദആ സക്കറിയ റബ്ബഹു. അവിടെ വെച്ച് തന്നെ സക്കറിയ നബിക്ക് ഉത്തരം കിട്ടി. മിഹ്റാബിൽ വെച്ച് അദ്ദേഹത്തിന്റെ ദുആ ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു നിസ്കാരം നടക്കവേ ജിബ്രീലിനെ അയച്ചിട്ട് പറഞ്ഞു കുട്ടി ഉണ്ടാവും. അങ്ങനെ യഹ്യാ നബി എന്ന പേര് അതിന് മുമ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അപ്പൊ അവിടെ എന്താ? ഹുനാലിക ദആ സക്കറിയ റബ്ബഹു. റബ്ബിനെ വിളിച്ചപ്പോ, അവിടെ വെച്ച് തന്നെ റബ്ബിനെ വിളിച്ചപ്പോ ആ റബ്ബ് ഉത്തരം ചെയ്തു എന്നാണ്. ഒരു സംഭവം കണ്ടു, അവിടെ വെച്ച് റബ്ബിനെ വിളിച്ചു, വിളിച്ച ഉടനെ തന്നെ ഉത്തരം കിട്ടുകയും ചെയ്തു. ഇങ്ങനെ
അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ നോക്ക്, സൂറത്ത് അംബിയ തന്നെയാണ് 83-ാമത്തെ വചനം. 18 കൊല്ലം ഒരുപാട് വേദനകളും ദുരന്തങ്ങളും അനുഭവിച്ചപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തു. ഒറ്റ ദിവസം കൊണ്ടാണ് രോഗം മാറിയത്. ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട മുഴുവൻ പ്രതാപം അല്ലാഹു തിരിച്ചു കൊടുത്തു ദുആഇന്റെ മഹത്വം കൊണ്ട്. സൂറത്ത് അംബിയയിലെ 83, 84 നിങ്ങൾ നോക്കൂ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീമീൻ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, നീ പരമകാരുണികനാണ്, നീ കൈവിടൂല. അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ഒരു മറണ്, നമ്മൾ പണ്ട് മറ ഓല കൊണ്ട് മറച്ചിട്ടാണ് നമ്മൾ അതിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു മറ ഉണ്ടാക്കിയിട്ട് ആ മറയിൽ ശരീരം മുഴുക്കെ പൊട്ടി ഒലിക്കുന്ന രോഗമാണ്. അപ്പൊ അദ്ദേഹത്തെ കുളിപ്പിക്കുകയാണ്. ഭാര്യയുടെ സഹോദരനും കുളിപ്പിക്കുകയാണ് ഈ നബിയെ. അപ്പൊ ആ കുളിപ്പിക്കാൻ വേണ്ടി മറയാക്കി ആ മറയിൽ അദ്ദേഹം അവിടെ വെച്ച് ദുആ ചെയ്തിട്ട് അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ കാല്, ആ വെച്ച കാലുണ്ടല്ലോ, അതങ്ങനെ ഇരിക്കണം, ആ കാല് പൊന്തിക്കണം. കാലിനടിയിൽ നിന്ന് ഒരു ഉറവ അല്ലാഹു ഉയർത്തിക്കൊടുത്തു. സംസം പോലെ തന്നെ ഒരു ഉറവ. ആ നാട്ടിൽ പോയി അത് കണ്ടൊരാളല്ല. അപ്പൊ ആ ഉറവ വന്നു. ആ ഉറവ കൊണ്ട് കുളിക്കാനും അത് കുടിക്കാനും, അത് കുടിക്കുകയും അതുകൊണ്ട് കുളിച്ചപ്പോ അല്ലാഹു ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ ആ വെള്ളം തലയിൽ നിന്ന് താഴോട്ട് ഒലിച്ചിറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വെള്ളം എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോ ആ കുളിമുറിയിൽ നിന്ന് അവര് തിരിഞ്ഞോടിയെന്നാണ്. അതീവ സുമുഖനായ ഒരു മനുഷ്യനാണ് ഇതിന്റെ ഭർത്താവല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആൻ ഞാൻ വിചാരിക്കുക, ആരെയും കുറ്റപ്പെടുത്താനല്ല, പഠിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുക, ഇത് പഠിപ്പിച്ച് ഈ ഖുർആൻ ഇതാണ് ജീവിതം ഏതെങ്കിലും ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? വലിയൊരു ശേഖണ്ടല്ലോ ഇവിടെ തൊട്ടടുത്ത്, നിങ്ങൾ ജീവിതം കേട്ടിട്ടുണ്ടോ? ഈ സംഭവം ഖുർആനിലുണ്ട് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ദുആ കൊണ്ട് ഇങ്ങനെ റിസൾട്ട് കിട്ടുമോ? ഇല്ല, മൂപ്പൻ തുപ്പിയ വെള്ളം കുടിച്ചാൽ കിട്ടും. ഇപ്പൊ തുപ്പ് മാത്രമല്ല, വേറെ പലതും ചെയ്യാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കണം. മതം വേറൊരു ഭാഗത്തും പൗരോഹിത്യം വേറൊരു ഭാഗത്തും. അതുകൊണ്ട് ദയവ് ചെയ്ത് അല്ലാഹുവിനെ ഓർത്തിട്ട് ഖുർആൻ ശരിക്കും പഠിച്ച അത്ഭുതകരമാണ്. ദുആഇന്റെ റിസൾട്ട് അത്ഭുതകരമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ആരാധന. നിരന്തരമായ ഇനി പ്രാർത്ഥനക്ക് റിസൾട്ട് കിട്ടിയില്ല വിചാരിക്കുക, അത് ഇബാദത്താണ്. അള്ളാഹ് ഇബാദത്ത് ചെയ്തതിന് കൂലി കിട്ടും. ചില സംഗതികൾ അള്ളാഹ് പിന്നീട് തരും, ചില സംഗതികൾ ആശ്രയിലേക്ക് മാറ്റി വെക്കും. ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പരിശോധിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി, അങ്ങേയറ്റത്തെ നിയ്യത്തോടുകൂടി, ഖിബലക്ക് അഭിമുഖമായി നിന്ന് വുളൂ ചെയ്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലി ആണ് ദുആ തുടങ്ങേണ്ടത്. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ്. അത് ദുആന്റെ മര്യാദയാണ്. എന്നിട്ട് സ്വന്തത്തിന് വേണ്ടിയാണ് ആദ്യം ദുആ ചെയ്യേണ്ടത്, എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി, പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി. വിശുദ്ധ ഖുർആന്റെ 71-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ദുആന്റെ തർത്തീബ് ആദ്യം ആർക്ക് വേണ്ടി? ആദ്യം സ്വന്തത്തിന് വേണ്ടിയാണ്. ഏതൊരു വ്യക്തിയും ആദ്യം സ്വന്തത്തിന് വേണ്ടിയാണ്, പിന്നെ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, പിന്നെ കുടുംബത്തിന് വേണ്ടിയാണ്, പിന്നെ അടുത്ത മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയാണ് ആ ദുആ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തഫ്സീറുകളിലും ഹദീസുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഒന്നും വെറുതെ ഇങ്ങനെ മൂക്കിലൊക്കെ കൈയിട്ട് എവിടെയോ ചിന്തിച്ച് ദുആ ചെയ്യണം. നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എവിടെയാണ്, ആരും കാണുന്നൊന്നുമില്ല, വണ്ടിയിൽ ഇരുന്നാണെങ്കിലും എവിടെയാണ് റബ്ബിലേക്കുള്ളൊരു മനസ്സുണ്ടോ, ഇൻഷാ അല്ലാഹ് വീണ പോകുന്ന തോന്നും, ഉയരാൻ കഴിയില്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴൊക്കെ അല്ലാഹു നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അല്ലാഹു നമ്മളെ കരകയറ്റും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ അലൈസല്ലാഹു ബിക്കാഫിൻ അബ്ദ, അല്ലാഹ് മാത്രമാണ്. ആ അല്ലാഹുവിനോട് പറയുന്നിടത്താണ് വിജയം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
സഹോദരങ്ങളെ, സൂറത്ത് ബഖറയുടെ 186 വചനത്തിൽ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം, ചില അറാബികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് അള്ളാഹു ഞങ്ങൾ വിളിച്ച കേൾക്കുമോ, അള്ളാഹു വിദൂരത്തല്ലേ എന്ന ചിന്ത നബിയുമായി പങ്കുവെച്ചു. ഈ പങ്കുവെച്ച സമയത്ത് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിക വചനമാണ് വൈദാ സഅലക. ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വരും. വൈദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന് പറ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിൽ വരീദ്, അവരെ ജീവനാഡിയെക്കാളും അടുത്ത് നിൽക്കുന്നവനാണ് ഞാനെന്ന് പറ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ. കേട്ടോ, എന്താണെന്ന് പറയാൻ, പ്രാർത്ഥിക്കുന്നവൻ കബറാളികളോട് പ്രാർത്ഥിക്കട്ടെ എന്നല്ല, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവൻ ഉത്തരം ചെയ്യും, എൻ്റെ ആഹ്വാനം അവൻ ചെവിക്കൊള്ളട്ടെ. എന്നോട് പ്രാർത്ഥിക്കുക എന്ന എൻ്റെ ആഹ്വാനം അവൻ ചെവിക്കൊള്ളട്ടെ, എങ്കിലവൻ മാർഗദർശനം സിദ്ധിച്ചേക്കാം. പല്ല പറയുന്നത് അള്ളാഹിനോട് ദുആ ചെയ്യാനാണ്. അത് സ്വീകരിക്കുന്നവനെ ഹിദായത്തുള്ളൂ. അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ദുനിയാവിലെ പടപ്പുകളെ മുഴുവൻ പിടിച്ചിട്ട് ദുആ ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. ദർഗയായ ദർഗ മുഴുവനും കയറി ഇറങ്ങിയുള്ള സമ്പത്ത് മുഴുവൻ തൊലച്ച് അള്ളാഹിനോട് നന്ദി കേട് കാണിച്ച മനുഷ്യൻ. അങ്ങനെ ഒരു ചരിത്രങ്ങൾ അള്ളാഹിന്റെ ഖുർആനിൽ ഒരു സംഭവം, ലോകത്തിലെ ഏറ്റവും വലിയ ഉലമായിനെ ആലിമുകളെയും കുട്ടികളെ ഈ പള്ളിയിൽ വരും, ഒരു സംഭവം അള്ളാഹിന്റെ ഖുർആനിൽ ഒരു കാര്യം നേടാൻ ഒരു ദർഗയിൽ പോയ ഒരു സംഭവം അള്ളാഹിന്റെ 114 അധ്യായത്തിൽ ഒരിടത്ത്. ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധി ഉണ്ടോ അത് മുഴുവനും റബ്ബിനോട്. ബദർ യുദ്ധത്തിൽ ആകെ 313 ആളാണ്, മറുഭാഗത്ത് 1000 ആളാണ്. എല്ലാ ആയുധങ്ങളും അവിടെയുണ്ട്. അപ്പോഴും ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനം. അല്ലാഹുവിനോട് അവർ ഇസ്തിഗാസ നടത്തിയപ്പോൾ, പടച്ചോനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ വലഖദ് നസറകുമുല്ലാഹു ബിബദറിൻ വഅൻതും മദില്ല ഫത്തഖുല്ലാഹ്, നിങ്ങൾ ബദറിൽ വളരെ ദുർബലരായിരുന്നു, നിങ്ങൾ എന്നോട് സഹായം തേടി, ഞാൻ നിങ്ങളെ സഹായിച്ചു. കണ്ടോ, ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. സൂറത്ത് മുഹമ്മദിലെ 12-ാമത്തെ വചനമാണ്. അപ്പൊ വളരെ ക്ലാരിറ്റി വരുത്തി അല്ലാഹുവിന്റെ ഗ്രന്ഥം കൃത്യമാണ്. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാനുള്ള അവസരവും ഇത് പഠിക്കാനുള്ള സാഹചര്യവും ഭാഗ്യവും നമുക്കുണ്ടായി. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹുവിനെ പഠിക്കാൻ. അള്ളാഹു ഉത്തരം ചെയ്യും, അതിന് അള്ളാഹു കഴിവുള്ളവനാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യൂ, പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടി. എന്റെ റബ്ബിനെ പരിഗണിക്കണം എന്നതിൽ കൊണ്ട റബ്ബേ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ഉംറ സമയത്ത് ഒരു അത്യാവശ്യം ഭയങ്കരമായ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഞാൻ റബ്ബിനോട് പറഞ്ഞൊരു വാചകം എന്നോട് പറയും. ഒരു അനുഭവമാണ് പറയുന്നത്. പടച്ചോനെ, കോടിക്കണക്കായ മലക്കുകളും കോടിക്കണക്കായ ജിന്നുകളും അമ്പിയാക്കളും മൗലിയാക്കളും ഒക്കെ ലോകത്തുണ്ട്. അവരോടൊന്നും ഒരു ദുആ ഇന്ന് വരെ നിർവഹിച്ചിട്ടില്ല റബ്ബേ. എന്ത് ചെറിയ മുട്ടുസൂചി മുതൽ എന്ത് കാര്യമുണ്ടോ അതൊക്കെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളോട് പറയാനില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ല പോരെ എന്ന് നീ ചോദിക്കുന്നു, മതി റബ്ബേ കൊണ്ട എന്നാണ് പ്രാർത്ഥിച്ചത്. വല്ലാഹി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ എന്താണോ അല്ലാഹുവോട് ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ടൊരു ഫോൺ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ഒരവസ്ഥ എന്താണ്? മഹാനായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിലിട്ടു, കൊല്ലാൻ വേണ്ടി വിധിച്ചു. വളരെ ക്രൂരമായ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. 2 കൊല്ലം അദ്ദേഹത്തെ നരകയാതനക്ക് വിധേയമാക്കി. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത തലേന്ന് രാത്രി അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അത് ശരിക്കും ചിന്തിക്കണം, ഇതൊന്നും കഥയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ രാജാവ് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈയുയർത്തി പറഞ്ഞു, നാഥ, ഞാൻ നിന്റെ അടിമയും നിനക്ക് തൃപ്തിപ്പെട്ടവനുമാണെങ്കിൽ അള്ളാഹുവേ
ഒരു ലാലിമിന്റെ കൈകൊണ്ട് നീ എന്നെ വധിക്കാൻ അവസരം നൽകരുതേ. ആ പ്രാർത്ഥന കഴിഞ്ഞതും ഈ രാജാവ്, അദ്ദേഹത്തെ കൊല്ലാൻ വിധിക്കപ്പെട്ട രാജാവ് മകനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. മകൻ രാജാവായി തീരുകയും ഇമാം അഹ്മദ് അവനിൽ മോചിതനാകുകയും ചെയ്തു. ദുആ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ. ദുആ എന്ന് പറയുന്നത് മഹാനായ മൂസ അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു. പക്ഷേ നീ എനിക്ക് എന്ത് ആവശ്യം നൽകിയാലും ഞാൻ അതിന് അർഹനാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പൊ അതാ 2 സ്ത്രീകൾ വരുന്നു, ഒരു നബിയുടെ 2 മക്കൾ. പിന്നെ ആ നബിയുടെ വീട്ടിൽ ജോലിയായി, ആ നബിയില് ഒരു മകളെ കല്യാണം കഴിച്ചു. എന്തെല്ലാം പ്രാർത്ഥനയുടെ, ഇതെല്ലാം ഖുർആൻ പറയുന്നത്, ഇതൊക്കെ ഖുർആനിലുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും നാം നന്നായിട്ട് ശ്രദ്ധിക്കണം. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദഊന റബ്ബഹും ഖൗഫാ. കണ്ടോ, റബ്ബഹും ഖൗഫാ, പടച്ചോനോട് ഭയപ്പാടോട് കൂടിയുള്ള ദുആ, ഇഖ്ലാസോട് കൂടിയുള്ള ദുആ. എൻ്റെ നാഥൻ എനിക്ക് തരുമെന്ന ദുആ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അല്ലാഹുവിലേക്ക് കയ്യുയർത്തി പ്രതീക്ഷയോടുകൂടി ചോദിച്ചാൽ അല്ലാഹു ഒരിക്കലും തട്ടുകയില്ല എന്നതിലേക്കും, പ്രാർത്ഥന ഇബാദത്താണ് എന്നതിലേക്കും, ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടില്ലെന്നതിലേക്കും സൂചന നൽകുകയായിരുന്നു ഖുതുബയുടെ ഉദ്ദേശം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ.